ഈ ആദ്യത്തെ റിസർച്ചിൻ്റെ ഒരു ചുവട് പിടിച്ചാണോ ഈ രണ്ടാമത് വരുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ വന്നത് ആദ്യത്തെ ആ കണ്ടുപിടുത്തങ്ങളുടെ ചുവട് പിടിച്ചായിരുന്നോ? അത് അങ്ങനെ അല്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ്. കാരണം ഈ ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അത് കിട്ടിയതൊന്ന്, പക്ഷേ ഇനി മറ്റൊന്നൊന്നുകൂടി നോക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ എക്സ്കവേഷനിൽ നടത്തുന്നത് തികച്ചും ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതിന് വേണ്ടി അവിടെ തന്നെ അവിടെ പിന്നെ 2 കമ്മിറ്റിയുണ്ട്. ഒന്ന് പിന്നെ അയോധ്യ ക്ഷേത്ര കമ്മിറ്റിയുണ്ട്, പിന്നെ വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റിയുണ്ട്. അപ്പോൾ അവരുടെ വക്കീലന്മാരുണ്ട്. വക്കീലന്മാർ വന്നിട്ട് സ്ഥലത്തിരിക്കും. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ എക്സ്കവേഷൻസ് മുഴുവൻ നടത്തുന്നത്. പിന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ ആളുകളുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അതേപോലെ പിന്നെ ഒരു ജഡ്ജ് തന്നെ ഇതിന് മുഴുവനും എങ്ങനെയാണ് ശരിയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജ് തന്നെ ഇതിനു വേണ്ടി അവരോധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ജോലിക്കാരിൽ തന്നെ 45% മുസ്ലിങ്ങളായിരുന്നു. ഹിന്ദുക്കൾ മാത്രമല്ല, അവർക്കൊരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു, ഹിന്ദുക്കളാണ് ജോലിക്കാർ, അപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ആളുകളെയും ജോലിക്കാരായി വെച്ചിരുന്നു. ഇത്രയും ഒബ്ജക്റ്റീവായിട്ട് മറ്റൊരു സ്ഥലത്ത് എക്സ്കവേഷൻ നടത്താൻ പറ്റില്ല.